നമ്മൾ അങ്ങനെ യോഗയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ മാത്രമല്ല, യോഗ ഞാൻ പറഞ്ഞു നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമ മുറകളാണ് യോഗയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്ലാനറ്റിനെ ഹെൽത്തി ആണ്, ഒരു ത്രൈവിംഗ് പ്ലാനറ്റ് ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു എക്കോ സിസ്റ്റത്തിനെ എങ്ങനെ റീകവർ ചെയ്ത് ഒരു ഡീഗ്രഡേഷൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് ഡിസ്ട്രക്ഷൻ എന്നുള്ളതിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം എന്ന് കൂടിയാണ് നമ്മൾ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് കൂടുതൽ പേരിലേക്കും എത്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഓപ്പൺ യുവർ സോളിലേക്ക് കടന്നാലോ. യോഗ എന്ന് ഞാൻ പറയാറുള്ള പോലെ തന്നെ അറിവും കർമ്മവും ഭക്തിയും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ഒരു സംയോജനം എന്ന് പറയാം അല്ലെ യോഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ഇന്നും നമ്മോടൊപ്പം സുജ ടീച്ചർ ഉണ്ട്. സുജ ടീച്ചർക്ക് എന്താണ് ഇന്ന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നോക്കാം. ഇന്നലെ നമുക്ക് ജോയിന്റ് പെയിനുകൾ, അതായത് സാധാരണയായി നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്ന ആർത്രൈറ്റിസ് പെയിൻസ്, ജോയിന്റ് പെയിൻ, ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാവരിലും ചെറിയ കുട്ടികളെന്നില്ല മുതിർന്നവരില്ല എന്ന് വ്യത്യാസമില്ലാതെ ഓരോരുത്തരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ടിപ്സുകളും ഒക്കെയാണ് ഇന്നലെ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഇന്ന് എങ്ങനെ ഒരു നമ്മുടെ ബ്രെത്ത് കൺട്രോൾ തന്നെയാണ് യോഗയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇനീഷ്യലി നമ്മൾ തുടങ്ങുന്നത്. യോഗ എപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിൽ നിന്നാണ്. ബ്രീത്തിങ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് അനിവാര്യമായിട്ടുള്ള ഒന്ന്. അപ്പോൾ എന്താണ് ഇന്ന് കൂടുതൽ ടിപ്സുകളുമായിട്ട് സുജ ടീച്ചർ എത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്തേ, സബാൽ ഖൈർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ യോഗ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ നാസാദ്വാരങ്ങൾ തുറന്നു, ഷോൾഡർ ഓപ്പണാക്കി, കൈ ഒക്കെ ഫ്രീ ആക്കി. മൂന്നാമത്തേത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ കിട്ടുന്ന വഴികളാണ്. പ്രാണൻ 3 തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് സൂര്യപ്രകാശം, രണ്ടാമത്തേത് വായുവിൽ നിന്നുള്ളത്, മൂന്നാമത്തേതാണ് പൃഥ്വിയിൽ നിന്നുള്ള പ്രാണൻ എന്ന് പറയുന്നത്. പൃഥ്വിയിലെ പ്രാണൻ നമുക്ക് ഭക്ഷണ രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, സമീകൃതമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാണനെ സ്വീകരിക്കുന്നത് വായുവിലൂടെ എന്ന് പറഞ്ഞു. അതിന് നമ്മുടെ 6ാം നാഡി എന്ന് പറയുന്ന നമ്മുടെ റിബ്സ് ഉണ്ടല്ലോ, റിബ്സ് കേജ് നന്നായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം എങ്ങനെയാണ് റിബ്സ് കേജ് ഓപ്പൺ ആക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈയും വശങ്ങളിലൂടെ മെല്ലെ ഉയർത്തി ശ്വാസം എടുത്ത് പതിയെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചു. കൈ ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് പതിയത് കണ്ടോ ഷോൾഡറിനെ മെല്ലെ നിവർത്തി കൊടുക്കുക. ഇങ്ങനെ നിന്ന് നമ്മൾ ശ്വാസം ഉയർത്തി കൊടുക്കുന്ന സമയത്ത്, ഷോൾഡർ നന്നായിട്ട് ഉയർത്തി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഈ റിബ്സ് കേജ് നല്ല ഭംഗിയായിട്ട് വലിഞ്ഞ് മുറുകി കിട്ടും. 2 സൈഡിലെയും റിബ്സ് വലിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. നമ്മുടെ വയറ് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും, ചെസ്റ്റ് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും, ബാക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. കൂടാതെ നമ്മുടെ ലങ്സിലേക്കുള്ള പ്രാണപ്രവാഹം, ശ്വാസത്തിൻ്റെ പ്രവാഹം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒഴുകി നോക്കാം. പതുക്കെ വെച്ചു, ക്രോസ് ചെയ്ത് പിടിച്ചു, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് എക്സേൽ ചെയ്ത് താഴെ വന്നു. വീണ്ടും ഇൻഹേൽ, എക്സേൽ. ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പതിയെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മെല്ലെ ഒന്ന് അനക്കി കൊടുക്കുക, മെല്ലെ ഒന്ന് ചെരിഞ്ഞു കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പലപ്പോഴും ചെസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന പോലുള്ള ഭാരമൊക്കെ വരും. ആ ഭാരമൊക്കെ നമുക്ക് തുറന്ന് കിട്ടും. നമുക്ക് ഭാരമില്ലാത്തൊരവസ്ഥയിൽ മനസ്സ് നല്ല ഫ്രീ ആയിരിക്കും, ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഭാരം ഇറങ്ങിപ്പോയതുപോലൊരു ഫീലും കൂടി ഉണ്ടാകും. അതുകൂടാതെ നമ്മുടെ ആത്മവിശ്വാസം കൂടും. കാരണം നമ്മൾ തന്നെ ഷോൾഡറും കൊണ്ട് നമ്മളെ ഉയർത്തുകയാണ് ചെയ്തത്. കണ്ടോ അല്ലേ? നമ്മൾ തന്നെ നമ്മളെ ഉയർത്തി കൊടുക്കുന്നു. നമ്മൾ തന്നെ നമ്മെ ഉയർത്തി കൊടുക്കുകയാണ്. മറ്റാരും നമ്മളെ ഉയർത്താൻ വരില്ല, നാം തന്നെ നമ്മളെ ഉയർത്തി കൊടുക്കണം. നമ്മളാണ് നമ്മുടെ പ്രൊമോട്ടേഴ്സ്. അതുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും അവനവനെ അറിഞ്ഞ് അവനവനെ ഉയർത്തി ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നേടണമെന്ന് ആശംസിക്കുന്നു.
നന്മകൾ നേർന്നുകൊണ്ട് നമസ്തേ.